കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗമാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രയറിലോ ഓവനിലോ ഒക്കെ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി ഒരു വെള്ള കളറാകുന്നത് വരെ ആക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും ചേർക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം സാധാരണ മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഗാർലിക് പൗഡറിന് പകരം ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ചിക്കൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഏത് തരം വെജിറ്റബിൾസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഗാർലിക് സോസ് ചേർത്തിട്ടുണ്ട്. ഗാർലിക് സോസിന് പകരം നിങ്ങൾക്ക് മയണൈസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഗാർലിക് സോസ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം മുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കേണ്ടത്. നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ബാറ്റർ വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടോട്ടിയ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ടോട്ടിയ ബ്രെഡിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ഏത് ഫ്ലാറ്റ് ബ്രെഡാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ മൈദപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്ന ദോശയാണെങ്കിൽ കൂടി മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടോട്ടിയ ബ്രെഡ് 2 പീസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ നടുവിൽ നിന്നും കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അത് താഴെ വരുന്ന രീതിയിൽ, അത് കോണായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കോണ് പോലെ ആക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അറ്റത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മൈദയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് കുറച്ച് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമുക്ക് വേറെ മൈദയൊന്നും പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ അറ്റത്ത് പുരട്ടിയിട്ട് ഇത് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ നിറയെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 8 സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബാറ്ററും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കോണും എടുത്തിട്ട് ആദ്യം ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും ബാറ്റർ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതിനുശേഷം ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു അറ്റം ഉണ്ടല്ലോ, നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്ത ആ ഭാഗത്ത് നല്ലോണം അങ്ങ് കവർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ബാറ്ററും ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് ആ ഭാഗം നന്നായിട്ട് ഇതേപോലെ കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് നമ്മുടെ ഫില്ലിങ്ങൊക്കെ എണ്ണയിലേക്ക് ഇളകിപ്പോവും. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബാറ്റർ വീണ്ടും രണ്ടാമത് വേണമെങ്കിൽ ഒന്നുകൂടി ബാറ്ററിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്.
അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു ടോട്ടിയ ബ്രെഡ് ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. മുഴുവൻ ബ്രെഡും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിൽ കുറച്ച് മയണൈസ്, അത് ടിക്ക മയണൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയണൈസ് എടുക്കാം. അതേപോലെ കുറച്ച് മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടി മിക്സ് ചെയ്തിട്ട് മറ്റൊരു ബൗളിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ ഒരു ടിക്ക മയണൈസിലും പിന്നെ ഈ ചീസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. കാരണം ഒരു നിർബന്ധമില്ല. നമ്മുടെ സ്നാക്സിന് ഇതില്ലാതെ തന്നെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ അവസാനം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പാഴ്സ്ലി ലീവ്സ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മല്ലിയിലിട്ടാലും മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്